അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരോഗ്യജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ളത് റുക്കിയ. ഇത് നമ്മളെ സ്വന്തം നമ്മളെ കൂടപ്പറപ്പ് പോലെ നമ്മളെ വല്ലുപ്പ പണ്ട് കാലങ്ങളിൽ വല്ലുപ്പ ചെറുതാവുന്ന സമയത്ത് ഇവരെ ഉമ്മയായിരുന്നു വല്ലുപ്പാന്റെ വീട്ടില് എല്ലാ സഹായത്തിനും വന്നിരുന്നവർ. ഇപ്പോഴേ 10-30 വർഷത്തോളായി. അതിനുശേഷം അവരെ മകളും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഭർത്താവിനും കുട്ടികൾക്കും എന്തോ ഒരു ആക്സിഡന്റ് കേസിൽ മരണപ്പെടുകയും ഇവർ അനാഥയാകുകയും ചെയ്തത്. അപ്പോൾ വല്ലുപ്പ പറഞ്ഞ്, നീ അയച്ചുത്താന്റെ മോളല്ലേ, അതുകൊണ്ട് നീ നമ്മളെ കൂടെ നിന്നോന്ന് പറഞ്ഞ് വല്ലുപ്പ അവരെ തറവാട്ടിലേക്ക് കൂട്ടി. ഇവർക്ക് ആരില്ലായിരുന്നു. ആ സമയത്ത് വല്ലുപ്പ നമ്മളെ തറവാട്ടിലേക്ക് കൂട്ടി. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മായിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞേ 90 വയസ്സിന്റെ മുകളിൽ ഉണ്ടാവും പ്രായം. എനിക്ക് തന്നെ അറിയാം, എൻ്റെ ഉമ്മ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ചെറുതാവുമ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട്. ഉമ്മ ചെറുതാവുമ്പോഴും ഇതുപോലെ തന്നെ ഉണ്ട്. നമ്മളെല്ലാം ചെറുപ്പത്തിൽ നോക്കി വളർത്തിയതിലൊക്കെ വലിയ പങ്കുള്ള ഒരാളാണ്. നമ്മളൊരു ഫാമിലി മെമ്പറെ പോലെ വർഷങ്ങളോളം നമ്മളെ കൂടെയുള്ള ഒരു സഹവാസിയും ശരിക്കും ഒരു കുടുംബം പോലെ ജീവിച്ച നമ്മളെ സ്വന്തക്കാരും തന്നെ വേണം പറയാൻ. അത്രയും കണ്ട് നമ്മളെ കുടുംബത്തോട് അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ് ഈ ഉക്കയ്യ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് പറയാനുള്ളത്, ഇവർക്ക് 90ന്റെ മുകളിൽ പ്രായം ഉണ്ടെങ്കിൽ പോലും ഇവർ സ്ഥിരമായിട്ട് ഒരു മരുന്നും കഴിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇവര് ബ്ലഡ് ടെസ്റ്റ് ചെയ്യേ, യൂറിൻ ടെസ്റ്റ് ചെയ്യേ, അതേപോലെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യേ, ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല നിരന്തരം ഒരു മരുന്നും ജീവിതത്തിൽ കഴിച്ചില്ല. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ടെസ്റ്റ് ചെയ്തില്ല. ഒരു ഭയപ്പാടുമില്ലാതെ ജീവിതം 90 വയസ്സിന്റെ മുകളിൽ ജീവിച്ച ഒരു ജീവസാക്ഷിയാണ്. നമ്മൾ ചെറിയൊരു ഞാൻ പറഞ്ഞ രീതിയിലുള്ള ബന്ധമുള്ള ഒരാളാണ്. എനിക്ക് തന്നെ അറിയാം, ഇവര് ഇപ്പോഴും സ്വന്തം കാര്യമെല്ലാം വളരെ ഉഷാറായിട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പെരുന്നാളിന് ഒരു ചെറിയൊരു വീഴ്ച സംഭവിക്കുകയും അതോടുകൂടി വലിയ മാനസിക പ്രയാസത്തിലായിരുന്നു. എനിക്ക് നടക്കാൻ പിന്നീട് കഴിയില്ലേ എന്നുള്ളത്. നമ്മൾ അക്യുപഞ്ചർ ചികിത്സ ചെയ്തു കൊടുത്തു. മാഷാ അല്ലാഹ് 3 ആഴ്ച 4 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വളരെ ഉഷാറായിട്ട് നല്ല രീതിയിൽ നടക്കാൻ പറ്റി. അതിന്റെ സന്തോഷം നമ്മളെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ സിസ്റ്ററും അതേപോലെ എൻ്റെ കസിൻ സിസ്റ്ററും വൈഫും ഒക്കെ വന്ന സമയത്ത് അവർ ഭയങ്കര സന്തോഷത്തില് എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ കിടന്നു പോയിട്ടില്ല 90 വയസ്സിലും എന്ന ഒരു അഭിമാന ബോധത്തോടു കൂടി വളരെ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് തെന്നി വീഴുകയും ചെയ്തു. ആ സമയത്ത് നെറ്റി പൊട്ടി ചോര വന്ന് വലിയ പ്രയാസമൊക്കെ ആയി. അതും നമ്മൾ ചികിത്സ ചെയ്തത് അക്യുപഞ്ചർ തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് 10-13 വർഷമായിട്ട് ഇപ്പൊ തീരെ ഒരു മെഡിസിന് പോലും ഒരു രോഗത്തിനും കൊടുക്കാറില്ല എന്നുള്ളതാണ്. അതേപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് രോഗിയാവുന്നില്ല. ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറഞ്ഞിട്ട് എത്ര കാലം മരുന്ന് കഴിക്കുന്നു. എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവര് പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നിരന്തരം മരുന്ന് കഴിച്ചിട്ടും രോഗാവസ്ഥ മാറാതെ മരണം വരെയും മരുന്ന് കഴിക്കുകയാണ്. എന്നാൽ ഒരു മരുന്നുമില്ലാതെ 90 വയസ്സിലും കിടന്നു പോകാതെ ജീവിക്കുന്നു. എൻ്റെ ഉമ്മാനെ എനിക്കറിയാം. ഉമ്മ 40 വർഷത്തോളം പ്രമേഹത്തിന് മരുന്ന് കഴിച്ച ആളാണ്. അവസാന കാലഘട്ടങ്ങളിൽ ഉമ്മക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു മരുന്നും കഴിക്കാതെ 90 വയസ്സിന്റെ മുകളിൽ വളരെ സുഖമായി ജീവിക്കാനുള്ള ഒരു കഴിവ് ഇവരിലുണ്ട്. അത് ഓരോ മനുഷ്യരിലും ഉണ്ട് അല്ലെ. നമ്മൾ പോയി ടെസ്റ്റ് ചെയ്യുന്ന എന്തിനാ? ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഷുഗർ രോഗിയാണെന്നും അതേപോലെ നമ്മുടെ BP ടെസ്റ്റ് ചെയ്ത് പ്രഷർ രോഗിയാണെന്നും അതേപോലെ അളവുകൾ നോക്കി ഗ്രന്ഥികളുടെ അളവ് നോക്കി തൈറോയ്ഡ് രോഗിയാണെന്നും അതേപോലെ നമ്മളെ വിസർജ്യം നോക്കി അല്ലെ, മൂത്രത്തിന്റെ വേസ്റ്റ് വിസർജ്യമാണല്ലോ, അതിലേക്ക് നോക്കി നമുക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിരന്തരം മരുന്ന് കഴിക്കുന്ന രോഗങ്ങളൊന്നും തന്നെ ഇവരെ സംബന്ധിച്ച് ടെസ്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് രോഗിയല്ല, വളരെ സുഖമായി ഇത്ര കാലം ജീവിച്ചു. പിന്നെന്തിനാണ് നാം ടെസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് പറയാൻ കഴിയും, പേടിയാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന ആദിയാണ് ഭയം. ഈ ഭയം കൊണ്ടാണ് നമുക്ക് ഓരോ രീതിയിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്. എനിക്ക് എന്തെങ്കിലും പറ്റുമോ? എന്നാൽ നമുക്ക് എപ്പോഴാണോ എത്രയാണോ നമുക്ക് സമയമായിട്ടുള്ളത്
സൃഷ്ടാവ് എത്രയാണോ നമുക്ക് സമയം വെച്ചിട്ടുള്ളത് ആ കാലയളവ് വരെ നമുക്ക് ജീവിക്കാൻ ഒരു ടെസ്റ്റിന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ഇത്ര കാലമായിട്ട് പോലും ഒരു പ്രയാസവും ഇല്ലാതെ, ഒരു ടെസ്റ്റും ചെയ്യാതെ, നിരന്തരം മരുന്ന് കഴിക്കാതെ ജീവിക്കാനുള്ള സൗകര്യം മനുഷ്യ ശരീരത്തിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഉഖയ്യ എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് നമ്മൾ പേടിച്ചുകൊണ്ട് പല ടെസ്റ്റുകളും ചെയ്ത് രോഗമാണെന്ന് കരുതി മരണം വരെ മരുന്ന് കഴിക്കുന്ന പല അസ്വസ്ഥതകളിൽ നിന്നും രക്ഷപ്പെടാനും രോഗഭയം ഇല്ലാതിരിക്കാനും, ഭയം എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് അല്ലെ. മരണഭയം, രോഗഭയം, ഇതൊന്നും തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. മാഷാ അല്ലാഹ്. ഈ രീതിയിൽ നമുക്കൊന്ന് ചിന്തിച്ചൂടെ? സമയമായാൽ മരിക്കും, പിന്നെ എന്തിനു നാം പേടിച്ച് ഇന്ന രോഗമുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. നമ്മളിങ്ങനെ എന്തെങ്കിലും ചെറിയൊരു പ്രയാസമുണ്ടെങ്കിൽ ചികിത്സിക്കാം. ഒരു പ്രയാസവും ഇല്ലാതെ നമ്മൾ ബ്ലഡും അതേപോലെ നമ്മുടെ മൂത്രവും അതേപോലെ തന്നെ നമ്മുടെ ഗ്രന്ഥികളും നമ്മുടെ വേഗതകളും അതേപോലെ പ്രഷർ, ഷുഗർ, തൈറോയിഡ് എന്നിത്യാദി പല രോഗങ്ങളെയും നാം വിളിച്ചു വരുത്തുന്നു. എന്നാൽ ഒരു അക്യുപഞ്ചറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ അളക്കാറില്ല. ഒരു രോഗം തന്നെ അളന്ന് രോഗാവസ്ഥയിലാകാറുമില്ല. അവർക്ക് ശരീരത്തിന് എന്തേ പ്രയാസമുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ 10-13 വർഷമായിട്ട് അക്യുപഞ്ചർ മാത്രമാണ് അവർ ചെയ്യുന്നത്. വേറെ ഒരു മെഡിസിനും ഇല്ല. ഇതിനു മുന്നേ വല്ലപ്പോഴൊക്കെ കഫ് സിറപ്പൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നത് എനിക്കറിയാം. വലിയ മരുന്നൊന്നും നിരന്തരം കഴിക്കാതെ ജീവിക്കാൻ കഴിയും എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ആരോഗ്യജാലം ടീം. എന്തായാലും ഈ രീതിയിൽ എല്ലാവർക്കും ജീവിക്കാൻ കഴിയട്ടെ. രോഗഭയവും മരണഭയവും ഇല്ലാതെ സുഖമായി ജീവിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ചുരുക്കുന്നു. താങ്ക് യു ടു ഓൾ.